വിശുദ്ധ കുർബാന ഒരു ജീവന കലയായി മാറേണ്ടത് ആവശ്യമാണ്. ഒരു പുതിയ ലോകത്ത് പുതിയ മനുഷ്യരായി ജീവിപ്പാൻ നമുക്ക് ഇടയായിത്തീരണം. നമ്മുടെ ഭാഗ്യസ്മരണീയനായ ജോസഫ് മാർത്തോമാ മെത്രാപ്പോലിത്തായുടെ 2020 ഏപ്രിൽ 9 തിരുവല്ല പുലാത്തീനിൽ നിന്ന് ചെയ്ത പ്രസംഗത്തിൽ വിശുദ്ധ കുർബാനയെക്കുറിച്ച് മനോഹരമായ ഒരു വാചകം ഇങ്ങനെയുണ്ട്. അതിങ്ങനെയാണ്: കുർബാനയുടെ അനുഭവം ദൈവകരങ്ങളിൽ ഇരുന്ന് വാഴ്ത്തപ്പെടാൻ നമ്മെ തന്നെ അർപ്പിച്ചു കൊടുക്കുന്ന അനുഭവമാണ്. വാഴ്ത്തപ്പെട്ടതിനെ ലോകം നുറുക്കും. അപ്പോൾ എന്താണ് വിശുദ്ധ കുർബാന? കർത്താവെ വാഴ്ത്തണമേ എന്ന് പറഞ്ഞ് നമ്മളെ തന്നെ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുന്നു. എന്തിനാണ്? കർത്താവ് നമ്മളെ വാഴ്ത്താൻ. കർത്താവ് നമ്മളെ വാഴ്ത്തിയാൽ കർത്താവ് വാഴ്ത്തുന്നതിനെ ലോകം മുറിക്കും. അതുറപ്പാണ്. AD 107 രക്തസാക്ഷിയായ ആളാണ് വിശുദ്ധനായ ഇഗ്നേഷ്യസ്. അദ്ദേഹം റോമിലേക്ക് പോകുന്ന സമയത്ത് കപ്പലിൽ പോവുകയാണ്. എന്താണ് റോമിൽ അദ്ദേഹത്തെ കാത്തിരിക്കുന്നതെന്ന് അദ്ദേഹത്തിന് അറിയാം. വിശന്നു വലഞ്ഞ വന്യമൃഗങ്ങൾക്ക് മുൻപിൽ ഈ വിശുദ്ധനായ ഇഗ്നേഷ്യസിനെ എറിഞ്ഞു കൊടുക്കും. അതുകൊണ്ട് സിംഹമോ കടുവായോ ഒക്കെ ഈ മനുഷ്യനെ കടിച്ച് കീറി പറിച്ച് ചവച്ച് അരച്ചു തിന്നും. ഇതാണ് റോമിൽ ഇഗ്നേഷ്യസിനെ കാത്തിരിക്കുന്നത്. അദ്ദേഹം ആ കപ്പലിൽ ഇരുന്നു കൊണ്ട് ഏഷ്യയിലെ സഭകൾക്ക് എഴുതുന്നൊരു വാചകമുണ്ട്: എനിക്കറിയാം ഞാൻ ദൈവത്തിൻ്റെ ഗ്രെയിനാണ്. തിരുമേനി ഇന്നലെ പറഞ്ഞല്ലോ, വിത്ത് എന്ന് പറയുന്നത് അത് ഒരു കൊയ്ത്തിനുള്ള പൊട്ടൻഷ്യലുണ്ട്. വിത്തിൽ നിന്നും കൊയ്ത്തിലേക്ക്. വിശുദ്ധനായ ഇഗ്നേഷ്യസ് പറയാണ്, ഐ ആം ദ വീറ്റ് ഓഫ് ഗോഡ്. ഞാൻ അവിടെ ചെല്ലുമ്പോൾ എന്നെ ഈ വന്യമൃഗങ്ങൾ കടിച്ച് പറിച്ചു തിന്നും. പക്ഷേ അവരെന്നെ ചവച്ചരച്ച് കൊന്നാലും ഞാൻ അവസാനിക്കില്ല. ഞാൻ എൻ്റെ കർത്താവിൻ്റെ അൾത്താരയിലെ വിശുദ്ധ അപ്പമായി രൂപാന്തരപ്പെടും. പ്രിയമുള്ളവരെ, ഇതല്ലാതെ പിന്നെന്താ നമ്മുടെ കൊതി? വി നീഡ് എ ന്യൂ ഡിസയർ. നമുക്കൊരു പുതിയ മോഹം, ഒരു പുതിയ കൊതി ഉണ്ടാവണം.